വരുന്നുണ്ട്. ഹായ് ഡാഡി. ഡാഡി, ഹൗ ആർ യു മൈ ഡിയർ ബോയ്? ഫൈൻ ഡാഡി. എന്തായി കാണിക്കുന്നേ? വല്ല വണ്ടി വന്ന് ക്രാഷ് ആയാൽ? ഡാഡി പേടിക്കണ്ട, എനിക്ക് നല്ല മതി. നിന്റെ ബൈക്ക് കൊണ്ടല്ലേ കളി നിർത്തും. മതിയാ, നിന്റെ മോട്ടോർ ബൈക്ക് അഭ്യാസം. വിട്ടു വിട്ടു. ഡാഡി വീട്ടിലെത്തുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്താം. ഡാഡിക്ക് അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ. വെൽക്കം റിട്ടയർഡ് മേജർ മിസ്റ്റർ ആർ വിശ്വനാഥ മേനോൻ. അവന്റെ ഒരു വേഷം. നീ ഇത്ര പെട്ടെന്ന് ഇവിടെ എങ്ങനെ എത്തി? ഞാനിങ്ങനെ പറന്നെത്തി. പിന്നെയാ ഇത്ര സ്പീഡിൽ വണ്ടി ഓടിക്കരുത്. ദാറ്റ് ഇസ് ഇല്ലീഗൽ. നീ എങ്കിലും അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞ അവന്റെ തലയിൽ കൂടെ വണ്ടി ഓടിക്കും. വണ്ടി കൈ കിട്ടിയവന് യാതൊരു ലെവലും ഇല്ല. ബി കെയർഫുൾ. ബി വെരി 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 കെയർഫുൾ. ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി കുളിച്ചിട്ട് വരാം. ശരി. പട്ടാളം ഇവിടെ ഇല്ലേ? ആരാടാ പട്ടാളത്തെ അധിക്ഷേപിക്കുന്നവൻ? ആ, പോലീസാണ്. പോലീസല്ലടോ, റിട്ടയർഡ് സർക്കിൾ ഇൻസ്പെക്ടർ രാഘവൻപിള്ള അദ്ദേഹം. തന്നെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ബാലേന്ദ്രനോട് തിരക്കായിരുന്നു. സത്യം പറയാമല്ലോ, എയർപോർട്ടിൽ വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ പണ്ടത്തെ പോലെ ആരെങ്കിലും വണ്ടി കൈയാണിച്ച് വരാൻ പറ്റുമോ? തൊപ്പി പോയില്ലേ? പിന്നെ എന്തൊക്കെ ഉണ്ടോ മേജർ സാറേ പട്ടാളത്തിലെ വിശേഷങ്ങള്? വിശേഷങ്ങളൊക്കെ ധാരാളം പറയാനുണ്ട്. നമുക്ക് രണ്ടുപേർക്കും എന്താ പണി? വിശേഷങ്ങൾ പറഞ്ഞങ്ങ് കൂടാ. അല്ല, നമ്മുടെ പൈലറ്റിന്റെ അടിയനോടുണ്ട്. ആ, താൻ ഈ പൈലറ്റിനെ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്ദേശം എന്താ? ഇയാൾക്ക് വയസ്സെത്രയെന്നാ എന്റെ വിചാരം? ഇനിയെങ്കിലും എവിടെങ്കിലും തളച്ചിട്ടുണ്ടേ? അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട അങ്ങളെ. തന്റെ കാര്യമല്ല പറഞ്ഞു. ചെറുക്കൻ ചേട്ടനെ കയറി എട്ടിയുന്ന ലക്ഷണമാണല്ലോ. അല്ല, ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പിന്നെ അങ്കിളിന്റെ ഒരു മോറൽ സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് കരുതിയാ. മനസ്സിലാകുന്നുണ്ട്. എടോ, ഈ വീട്ടിലൊരു പെണ്ണിന്റെ തരിയുണ്ടോ? ഇനി അത് പോട്ടെ, രുചി അറിഞ്ഞെന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ? വേലക്കാരുടെ കൈ വേറെ, വീട്ടമ്മയുടെ കൈ വേറെ. എടോ, അതിപ്പോ എന്റെ കുറ്റമാണോ? ഞാൻ ഇവനോട് പറയാൻ തുടങ്ങിയിട്ട് നാളത്രയായി. ആ, ഇനിയിപ്പോ ഞാൻ റിട്ടയർഡായി. നമുക്ക് രണ്ടുപേരും കൂടെ ചേർന്ന് ഇവന് പറ്റിയൊരു പെണ്ണിനെ കണ്ടുപിടിക്കാം. ഒരു പെണ്ണിന്റെ മനസ്സിൽ കൊളുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് രണ്ടു കൂടെ പോയി പെണ്ണിനെ ഒന്ന് കണ്ടുവരാം. അത് കഴിഞ്ഞ് പൈലറ്റ് പോയി കണ്ടോട്ടെ. എന്താ അങ്കിളിന് വേറെ പണിയൊന്നുമില്ലേ? എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. ചേട്ടാ, ചേട്ടൻ അവിടെ നിന്നേ. ചേട്ടൻ എന്ത് കളിയായി കളിക്കുന്നത്? അങ്കിൾ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞപ്പോ ഒരു വർത്താനം പറഞ്ഞു കണ്ടില്ലേ? ചേട്ടാ, അത് ഇതിനൊക്കെ ഒരു സമയമുണ്ട് കേട്ടോ. ഏതിനൊക്കെ? അല്ല, ഈ മംഗല്യഭാഗ്യം എന്ന് പറയുന്നത്. എടാ, മംഗല്യഭാഗ്യം സ്ത്രീകൾക്കാണ്. ഓ, അത് ശരിയാ. ചേട്ടൻ ആണാണല്ലേ? അത് ഇവരെ മനസ്സിലായിട്ടില്ലേ? എടോ വേദവേ, ഇന്നിവിടെ നല്ല ചാപ്പാടൊക്കെ ഉണ്ടായിരിക്കുമല്ലേ? സ്കോച്ചൊന്നും കൊണ്ടതില്ലേ? ഇല്ല, കൊണ്ടിടോ. പിന്നെയോ ബാലേന്ദ്ര, 3 സമയത്ത് ദേവന്മാരിൽ എവിടെ പോയി കിടക്കുന്നു? വെറുതെ ഡാഡി. എന്തോ ഞാൻ കഴിക്കാറില്ല. അച്ഛന്റെ മുമ്പിലായിരിക്കും. കഴിക്കുമെങ്കിൽ കഴിച്ചോളൂ. തനിക്ക് വേണമായിരിക്കും. തരത്തില്ല. തരാം, പ്രായപൂർത്തിയാകട്ടെ. പ്രായപൂർത്തിയായിട്ടല്ലേ ഓരോരുത്തർ ഓരോന്ന് ചെയ്യുന്നത്. എനിക്ക് വയസ്സ് 20ആയി.
ഇനി അധികം കഴിക്കണ്ട. ഓ 1944 തോന്നുന്നു ഞാനും മേജർ രാംലാലും കൂടി ഒറ്റ ഇരിപ്പിൽ 2 കുപ്പി കുടിച്ചു. 1946 അതേടോ 46 ചേർത്തല സ്റ്റേഷനിൽ വെച്ച് ഞാനും ലോക്കപ്പിൽ കിടന്നിരുന്ന ഒരു കൊലപ്പുള്ളിയും കൂടെ 3 ബോട്ടിലാ ഒറ്റ ഇരിപ്പിന് അടിച്ചു തീർത്തത്. 1949 അമൃത്സരസിൽ വെച്ച് ബുറാഖാന. 1950 ഞാൻ കൊല്ലം സ്റ്റേഷനിൽ ഇല്ലെങ്കിലേ എന്താണോ ഡാഡിയും അങ്കിളും കൂടി ലാത്തി അടിച്ച് ഞങ്ങളെ കൺഫ്യൂഷൻ ആക്കരുത്. അത് നിനക്ക് ആ സ്മോൾ വരാത്ത വൈരാഗ്യത്തിന് നീ എനിക്കിട്ടൊന്ന് വെച്ചതല്ലേ. ശ്ശോ, അപ്പോഴേ പോലീസും പട്ടാളവും കൂടെ ഞങ്ങൾ എങ്ങനെ ഇരുത്തി വധിക്കരുത്. ഒരു തുള്ളി ആഹാരം കഴിച്ചിട്ടില്ല രണ്ടുപേരും. ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളുടെ ആബ്സൻസിൽ എന്ത് വേണേലും അയക്കും. എന്നാലേ നമുക്ക് തുടങ്ങാം. ആ ഇനി ആഹാരം കഴിച്ചിട്ട് മതി. ആ മതി കഴിച്ചു ഇങ്ങോട്ട്. ആ Thank you. വിലയ ദേവി വിശകൊന്നും ഉണ്ടാക്കരുതേ. വിലയ പഠിപ്പ് മുറിയിൽ ഈശ്വരന്മാർ കൂട്ടിനുള്ളത് നല്ലതാണ്. അതെനിക്കറിയാൻ ഡാഡി, അതുകൊണ്ടാ. ഗുഡ്. വിനയ, നീ ഇന്ന് അമ്പലത്തിൽ പോകാറുണ്ടോ? ഉവ്വ്. നീ ക്ഷേത്രത്തിൽ പോയി എന്താ പ്രാർത്ഥിക്കാറുള്ളത്? ഞാനൊന്നും അമ്പലത്തിൽ വരുന്നത് നിന്നെ കാണാൻ വേണ്ടിയാണെന്ന് വീട്ടിൽ ആർക്കും അറിയില്ല. അവരുടെ എല്ലാം വിചാരം എനിക്ക് വലിയ ഈശ്വരഭക്തിയാണെന്ന്. നീ എന്താ ആലോചിക്കുന്നത്? ചോദിച്ചു കേട്ടില്ലേ? ആ, എനിക്കും എന്റെ ഡാഡിക്കും എല്ലാ ഐശ്വര്യങ്ങളും തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. യുദ്ധരംഗത്ത് ശത്രുക്കളെ നേരിടേണ്ടി വന്നിട്ടുള്ളപ്പോ കയ്യിലുള്ള ആയുധത്തെക്കാൾ എനിക്ക് ശക്തിയും ധൈര്യവും തന്നിരുന്നത് മനസ്സിലെ ഈശ്വരന്മാരായിരുന്നു. ആ മണി 10 കിടന്നുറങ്ങ്. നാളെ രാവിലെ പഠിച്ചാൽ മതി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.